ഹലോ. അപ്പോൾ നമ്മളിന്നൊരു വാട്ടർ ഈറ്റിനായിട്ടാണ് ചെയ്യുന്നത്. രാവിലെ നല്ല പാലപ്പവും കിഴങ്ങ് കറിയായിരുന്നു. നമ്മളിവിടെ പാലപ്പമെന്നും അപ്പമെന്നും ഒക്കെ പറയും. റെഡിമെയ്ഡ് പാക്കറ്റ് വാങ്ങിക്കുന്ന പൊടിയും വെച്ചിട്ടൊന്നും അല്ല ഉണ്ടാക്കിയത്. വീട്ടിൽ തന്നെ പച്ചരി ഇട്ട് കുതിർത്ത് അരച്ചെടുത്ത് അമ്മയാട്ടോ അതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വെക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ രാവിലെ അപ്പവും കിഴങ്ങ് കറിയാണ്. മോള് ഓൾറെഡി നേരത്തെ തന്നെ ഇരുന്നിട്ട് കഴിച്ചു. പുള്ളിക്കാരിക്ക് വാരി കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഇപ്പോൾ എന്തോ ഞാൻ കൊടുത്തപ്പോൾ ഒരു കഴിച്ചു. ഇപ്പോൾ കൊടുക്കുമ്പോൾ കഴിക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ചായ കുടിച്ചു. മോൾക്ക് ഞാനങ്ങനെ ചായ കൊടുക്കാറില്ല. ഇപ്പോൾ അവൾ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തതാണ്. നല്ല ടേസ്റ്റായിരുന്നു അപ്പം കിഴങ്ങ് കറി അമ്മ വെച്ചതാണ്. അമ്മ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് അമ്മ വെച്ചതാണ്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് അപ്പം കിഴങ്ങ് കറി എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചായയും കുടിച്ച് ഒരു കവിൾ അപ്പവും ഒരു കവിൾ ചായയും എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ കോമ്പിനേഷൻ. ഇപ്പോൾ അപ്പം നല്ല വേറെ ഏത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും. പിന്നെ മോള് വന്ന് കുറച്ച് നേരം ക്യാമറയെ നോക്കി നിന്നു. ഇഷ്ടം ഇങ്ങനെ ക്യാമറ ഇങ്ങനെ നോക്കിയിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ വന്നപ്പം ഉഴുന്നോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഒരു ഉഴുന്നോട്ട കഴിച്ചു. ഉച്ചയൊക്കെ ആയപ്പം ചോറും പച്ചക്കായും തൊലിയും കൂടെ പയറും ഒക്കെ ഇട്ടിട്ടുള്ള തോരനും മീൻകറി. മറ്റേ ഉലുവ മീൻ, ഇവിടെയൊക്കെ ഉലുവ എന്നാണ് പറയുക. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അത് സാലഡാണ്. ഇത് സവോളയല്ല, കൊച്ചുള്ളിയായിരുന്നു. കൊച്ചുള്ളിയും തൈരും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു സാലഡ് കൂട്ടും. അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ അതായിരുന്നു. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടാട്ടോ വന്നിരുന്ന് കഴിച്ചത്. പിന്നെ രാത്രിയായപ്പം ഗോതമ്പും റാഗിയും കൂടെയുള്ള പുട്ടായിരുന്നു. പുട്ടും ഒന്നും ഉച്ചയ്ക്ക് കഴിച്ച മീൻ കറിയും കൂടെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പുട്ടും മീൻ കറിയും ബേസ്റ്റ് കോമ്പിനേഷനാണ്.